എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മാളികപ്പുറം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് ഉണ്ണിമോളുടെയും അയ്യപ്പസ്വാമിയുടെയും ആ ഒരു കഥയിലേക്ക് പോയാലോ. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു തിരുമേനി പറഞ്ഞതനുസരിച്ച് ഭഗവാന്റെ പൊന്നരഞ്ഞാണം കാണുന്നതിന് വേണ്ടിയിട്ട് ഭക്തരെല്ലാവരും ആ ഒരു ക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തുകയാണ്. അപ്പം ഭഗവാന് കാണിക്കയായി ആ ഒരു അരഞ്ഞാണം നൽകിയിരിക്കുന്നത് തമ്പുരാന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. പുള്ളിക്കാരനും ആ ഒരു സമയം അവിടെ വരികയാണ്. അങ്ങനെ ഭഗവാനെ അണിയിച്ചിരിക്കുന്ന പൊന്നരഞ്ഞാണം കാണാനായിട്ട് നോക്കുന്ന ഭക്തജനങ്ങൾ കാണുന്നത് വെറും ഇതായിട്ട് തന്നെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഭഗവാനെയാണ്. എന്താ തിരുമേനി ഇത്, ഞങ്ങളെ കളിപ്പിക്കുവാണോന്നും ചോദിച്ച് അവരിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും തിരുമേനി ആണെങ്കിൽ നേരെ കയറി ശ്രീകോവിലിൽ കയറി ഭഗവാന്റെ വിഗ്രഹം പരിശോധിക്കുകയാണ്. പക്ഷേ തിരുമേനി അണിയിച്ച ആ ഒരു പൊന്നരഞ്ഞാണം അപ്പോഴാണ് അവിടെ നിന്നും കാണാതായ ഒരു കാര്യം തിരുമേനി മനസ്സിലാക്കുന്നത്. അങ്ങനെ ഭക്തജനങ്ങളുടെ അടുത്തും അതുപോലെ തന്നെ തമ്പുരാന്റെ ആ ഒരു വേണ്ടപ്പെട്ട അധികാരിയുടെ അടുത്തുമെല്ലാം ഈ ഒരു കാര്യം തിരുമേനി അവതരിപ്പിക്കുകയാണ്. കാണാതായ ആ ഒരു പൊന്നരഞ്ഞാണത്തിനായി നാട് മുഴുവനും തെരച്ചിൽ നടത്തുകയാണ്. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ആ ഒരു കുട്ടിനാരായണന് ഭഗവാൻ ഈ ഒരു അരഞ്ഞാണം സമ്മാനിച്ചല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ അണിയിച്ചിരുന്ന ആ ഒരു പൊന്നരഞ്ഞാണം അത് അവിടെ നിന്നും കാണാതെ പോയതും. പക്ഷെ ഭഗവാൻ കൊടുത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? അങ്ങനെ കുട്ടിനാരായണൻ വീട്ടിലേക്ക് പോകുന്ന വഴി ഈ ഒരു പൊന്നരഞ്ഞാണം കൂട്ടുകാരെ എല്ലാരെയും കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ കൂട്ടുകാർ പറയുന്നുണ്ട്, സത്യം പറ, ഇങ്ങനെ ഒരു പൊന്നരഞ്ഞാണം നിനക്ക് ആര് തരാനാണ്? നീ ഇത് എവിടെന്നെങ്കിലും എടുത്തതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും ആ കൊച്ചു പറയുന്നുണ്ട്, ഇല്ല, ഇത് എനിക്ക് എന്റെ ചെങ്ങാതി സമ്മാനിച്ചതാണ്. സാക്ഷാൽ തിരുവമ്പാടി കണ്ണനാണ് എന്റെ ചെങ്ങാതി എന്നുള്ള കാര്യം പറയുമ്പോൾ മറ്റുള്ള കുട്ടികൾ ആരും ഇത് വിശ്വസിക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി ഇവന്റെ അച്ഛനെ പോലെ ഒരു കള്ളനാണ് എന്നുള്ള കാര്യം. അങ്ങനെ കുട്ടിനാരായണന്റെ കഥയെല്ലാം കേട്ടിരിക്കുന്ന നമ്മുടെ ഉണ്ണിമോൾക്കാണെങ്കിൽ വലിയ സങ്കടമായി കേട്ടോ. അയ്യോ ഗിരിദേവ, ഇനിയിപ്പോ കുട്ടിനാരായണനാണ് ഈ ഒരു അരഞ്ഞാണം മോഷ്ടിച്ചതെന്ന് എല്ലാരും പറഞ്ഞു നടക്കില്ലേ? ഭഗവാൻ നല്ലൊരു കാര്യമാണ് ചെയ്തതെങ്കിൽ കൂടിയും ആ ഒരു കുഞ്ഞിനത് ദോഷമായിട്ട് ഭവിച്ചില്ലേ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഉണ്ണിമോൾ പറയുകയാണ്. ഉണ്ണിമോൾ ഇതെല്ലാം പറയുമ്പോഴും നമ്മുടെ ഗിരിദേവൻ പറയുന്നുണ്ട്, ഉണ്ണിമോളെ, ആപത് ബാന്ധവനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ അടുത്താണ് അവൻ ചെങ്ങാത്തം കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരിക്കലും അവനെ കൈവിടുവൊന്നുമില്ല. ഭഗവാൻ എന്തെങ്കിലുമൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കും കുട്ടിനാരായണൻ എന്തൊക്കെയോ ഒരു നിയോഗമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഗിരിദേവൻ ഇങ്ങനെ ഉണ്ണിമോളോടും വാവയോടും ഒക്കെ ആയിട്ട് പറയുകയാണ്. അപ്പം നമ്മുടെ ഉണ്ണിമോള്, അല്ല എന്നിട്ട് എന്തായി ഗിരിദേവ, ആ ഒരു മാല, ആ ഒരു അരഞ്ഞാണം അത് തിരികെ ലഭിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഉണ്ണിമോള് പേടിക്കുവൊന്നും വേണ്ട. ആ ഒരു അരഞ്ഞാണം അത് കുട്ടിനാരായണനാണ് മോഷ്ടിച്ചതെന്ന് ആ ഒരു നാട്ടുകാർ മുഴുവനും മുദ്ര കുത്തി. അപ്പം കുട്ടിനാരായണന്റെ ചെങ്ങാതികൾ ഉൾപ്പെടെ ഈ ഒരു സംഭവം കണ്ടല്ലോ. അതുകൊണ്ട് കുട്ടിനാരായണന്റെ അമ്മയുടെ പക്കൽ ചെന്ന് നിന്റെ മകൻ മോഷ്ടിച്ച ആ ഒരു പൊന്നരഞ്ഞാണം അത് സാക്ഷാൽ തിരുവമ്പാടി കണ്ണന്റെ മുതലാണ് എന്നുള്ള കാര്യമൊക്കെ പറയുകയും അവന്റെ അച്ഛന്റെ പാത പിന്തുടർന്ന് പോകുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ആ ഒരു അമ്മയെ വളരെയധികം വിഷമിപ്പിക്കുകയാണ്. ഇപ്പം സങ്കടം സഹിക്കാൻ വയ്യാതെ ആ അമ്മയാണെങ്കിൽ തന്റെ മോന്റെ അടുത്തേക്ക് ചെല്ലുകയും അവനെ തല്ലുമൊക്കെ ചെയ്യാണ്. അപ്പൊ ഈ സമയത്താണെങ്കിൽ നാരായണൻ ശരിക്കും വിഷമിച്ചു കേട്ടോ. കാര്യം ആ ഒരു കുഞ്ഞൊരിക്കലും ഇങ്ങനെയുള്ളൊരു കള്ളത്തരം ചെയ്തിട്ടേ ഇല്ല. ഭഗവാനാണ് അവനോട് ഇഷ്ടം തോന്നിയിട്ട് ഭഗവാന് കിട്ടിയ ആ ഒരു സമ്മാനം അത് അവന് നൽകിയതാണ് എന്നുള്ള കാര്യം എത്ര പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുട്ടിനാരായണന്റെ അമ്മ പോലും അവനെ വിശ്വസിക്കാതെ ഇരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ഉണ്ണിമോള് പറയുന്നുണ്ട്, സ്വന്തം അമ്മ പോലും നമ്മളെ തള്ളിപ്പറയുന്ന ഒരു അവസരമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ഗിരിദേവ ചെയ്യുന്നത്? ആ ഒരു മകൻ അത് എങ്ങനെ സഹിക്കുമെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ കാണിക്കുന്നത് അനസൂയയും വിനോദിനെയും ഒക്കെയാണ്. അമ്മയ്ക്ക് തീരെ വയ്യാത്തൊരവസ്ഥയായി. ഇപ്പൊ 2-3 ദിവസമായിട്ട് അമ്മ ആ ഒരു മുറി വിട്ടെങ്ങും പോകുന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വിഷുവിന് ആ ഒരു കണി ഒരുക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ആ ഒരു അനസൂയയെ ഏൽപ്പിച്ചിട്ടും അവളാണെങ്കിൽ അതൊന്നും ഒരു മൈൻഡും ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ തനിക്ക് നഷ്ടപ്പെട്ടു പോയ വൈഡൂര്യനാഗം തിരികെ ലഭിച്ചെങ്കിൽ മാത്രമേ ഇക്കൊല്ലം കണ്ണന് വിഷു കണി ഒരുക്കുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ അനസൂയ നേരത്തെ തന്നെ നമ്മുടെ വിനോദിനോടും മുത്തശ്ശിയോടും ഒക്കെ പറഞ്ഞല്ലോ. പക്ഷെ ഇവൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും താൻ എല്ലാ വർഷവും ചെയ്യുന്ന ആ ഒരു കാര്യമാണ് കണിയൊരുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി വിനോദിനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്, വിനോദേ മോനെ, ഇങ്ങനെയൊക്കെ ചെയ്യണം. എല്ലാ കൊല്ലവും നമ്മുടെ വീട്ടിലെ മുടങ്ങാതെ കണി കാണുന്നതാണ്.
അപ്പൊ ഉണ്ണിമോള് വരുന്ന ആ ഒരു സമയത്ത് ഉണ്ണിമോൾക്ക് കണി കാണണം. എൻ്റെ കുഞ്ഞിന്റെ ആ ഒരു കാലിന്റെ വയ്യായികയൊക്കെ മാറി അവള് പുറപ്പെട്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവള് വരുന്ന ആ ഒരു സമയത്ത് അവൾക്ക് ഭഗവാനെ ദർശിക്കണ്ടേ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം വിനോദം പറയുന്നുണ്ട്, ഞാൻ അതിന് വേണ്ടുന്ന ഏർപ്പാടൊക്കെ ചെയ്യാം അമ്മ, അമ്മ സമാധാനപ്പെടുന്നു പറയാണ്. എന്നിട്ട് നമ്മുടെ മുത്തശ്ശിയോട് വിനോദ് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, അല്ല അമ്മയ്ക്ക് അറിയാവുന്ന ആ ഒരു സത്യം അത് അമ്മയ്ക്ക് ഇനിയെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞുകൂടെ? എന്തിനാണ് അമ്മ ഇങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കുന്നത്? അമ്മയ്ക്കറിയാം ആരാണ് നമ്മുടെ വീട്ടിൽ നിന്നും ആ ഒരു മുതൽ മോഷ്ടിച്ചത് എന്നുള്ള കാര്യം. പിന്നെ എന്തിനാണ് അമ്മ അത് മറച്ചു വെക്കുന്നത് എന്നൊക്കെ ഇവൻ ഇങ്ങനെ ചോദിക്കുമ്പം മുത്തശ്ശി പറയാൻ തുടങ്ങുകയാണ്, നമ്മുടെ അനുപമയാണ് അത് എടുത്തത് എന്നുള്ള കാര്യം. പക്ഷെ മുത്തശ്ശി ഇത് പറയുമെന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് വിഷുവിന്റെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ അനുപമയും അതുപോലെ തന്നെ മിനിയും ജയനും ഒക്കെ ആ ഒരു വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പം ഇവര് വരുമ്പോഴത്തേക്കിനോ ഇവർക്ക് എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ളത്. അപ്പം അനസൂയയാണെങ്കിൽ ആ ചേച്ചിയും ചേട്ടനും ഒക്കെ എത്തിയോ, എത്ര ദിവസമായി കണ്ടിട്ട്, എന്തായാലും ആ ഒരു വൈഡൂര്യനാഗം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് യോഗിനിയമ്മ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയാണെങ്കിൽ ഞങ്ങളോട് ആരോടും ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ആ ഒരു റൂമിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് എന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ പറയുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മിനി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലാണോ ഇപ്പം അമ്മയുടെ റൂമിൽ നിന്നാണല്ലോ വിനോദ് ഇറങ്ങി വന്നത്. അമ്മ ഇവരുമായിട്ട് സമ്പർക്കം ഇല്ലെങ്കിൽ എങ്ങനെയാണ് വിനോദ് ആ ഒരു റൂമിൽ വരുന്നത്? ചേച്ചി എത്ര പറഞ്ഞാലും വിനോദേട്ടനും അമ്മയ്ക്കും ഈ ഒരു കാര്യം മനസ്സിലാകില്ല. എൻ്റെ കുടുംബം മുതലാണല്ലോ നഷ്ടപ്പെട്ടത്, അതുകൊണ്ട് എനിക്ക് മാത്രമാണ് സങ്കടം എന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഉണ്ണിമോളെ വീണ്ടും കാണിക്കുക കേട്ടോ. അല്ല ഗിരിദേവ, എന്നിട്ട് അവനെ കള്ളനെന്നും പറഞ്ഞ് ആ ഒരു തമ്പുരാന്റെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഞാൻ പറയാം ഉണ്ണിമോളൊന്ന് സമാധാനപ്പെടുന്നും പറഞ്ഞ് ഗിരിദേവൻ വീണ്ടും ആ ഒരു കഥ തുടരുകയാണ്. സ്വന്തം അമ്മ പോലും തന്നെ വിശ്വസിക്കാത്ത ആ ഒരു അവസരത്തില് ആ ഒരു കുഞ്ഞിന് മറ്റൊരു ഉപായം ഇല്ലായിരുന്നു. ഭഗവാൻ തന്ന ആ ഒരു മുതല്, ഭഗവാന്റെ ആ ഒരു പൊന്നരഞ്ഞാണം തന്റെ അരയിൽ നിന്നും ഊരി അവൻ ആ ഒരു മരച്ചില്ലയിലേക്ക് എറിയുകയാണ്. അപ്പൊ മരക്കൊമ്പിലേക്ക് എറിയുന്ന ആ ഒരു അരഞ്ഞാണമാണെങ്കിൽ അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു നാട്ടുകാരെല്ലാരും മരത്തിന് ചുറ്റും കൂടി നിൽക്കുകയാണ്. അപ്പം ഇവൻ കള്ളനാണ്, ഇവൻ ഈ ഒരു കട്ട മുതല് അത് നമ്മുടെ കൈവശം കിട്ടിയത് കൊണ്ട് തന്നെ ഇവൻ എന്ത് ശിക്ഷ നൽകണം എന്നുള്ള കാര്യം തിരുവമ്പാടി കണ്ണൻ തന്നെ തീരുമാനിക്കുമെന്നും പറഞ്ഞ് ആ ഒരു കുഞ്ഞിന് വിധി കൽപ്പിക്കുകയാണ്. അപ്പൊ തമ്പുരാനും അവരുടെ ആൾക്കാരും ഒക്കെ കൂടി എത്രയും പെട്ടെന്ന് തന്നെ ആ അരഞ്ഞാണം തിരികെ താഴെ എത്തിക്കണം, ഭഗവാന് ചാർത്താനുള്ളതാണല്ലോ. അങ്ങനെ ഭഗവാന്റെ ചാർത്തുന്നതിന് വേണ്ടിയിട്ട് അരഞ്ഞാണ് എടുക്കാനായിട്ട് 2-3 ആൾക്കാർ ആ ഒരു മരത്തിൽ കയറുകയാണ്. പക്ഷേ പലരും കയറിയിട്ടും ആ ഒരു ശ്രമം പരാജയപ്പെടുകയാണ്. ആ ഒരു മരച്ചില്ലയിൽ ഇരിക്കുന്ന അരഞ്ഞാണമാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അപ്പം ഭഗവാൻ എന്തൊക്കെയോ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഭഗവാന്റെ ആ ഒരു മായകളും ലീലകളും ഒക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ആ ഒരു പ്രമോ വിശേഷത്തിലുള്ളത്. എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം വലിച്ചു നീട്ടി പറയുന്നതല്ല കേട്ടോ, സംഭവം ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഇപ്പൊ കാണിക്കുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ഒക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്